ഒരാൾ ഉപദ്രവിച്ചാൽ 20 കൊല്ലം കഴിഞ്ഞ് അയാളുടെ പേര് വെളിപ്പെടുത്തുകയല്ല വേണ്ടത്. ആ സമയത്ത് തന്നെ ധൈര്യം കാണിക്കണം. അപ്പോൾ കരണം നോക്കി അടിക്കണം. 2018 ഒരു മീടു ക്യാമ്പയിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ സിദ്ദിഖ് പറഞ്ഞ ഡയലോഗ് ഇപ്പോൾ വൈറലാവുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും ആ പെൺകുട്ടി ധൈര്യം കാണിച്ചതുകൊണ്ടാണ് സിദ്ദിഖിൻ്റെ പൊയ്മുഖം അഴിഞ്ഞു വീണത്. സിനിമയിൽ നായകനായും ഹാസ്യതാരമായും അഭിനയം തുടങ്ങിയ സിദ്ദിഖ് വില്ലൻ വേഷങ്ങളിലേക്ക് ചുവടുമാറിയതുപോലെയാണ് ഇപ്പോൾ അയാളുടെ ജീവിതത്തിലും സംഭവിക്കുന്നത്. ഒരു വശത്ത് സിനിമയെ പോലും വെല്ലുന്ന രീതിയിൽ പോലീസിനെ വെട്ടിച്ച് നടൻ്റെ ഒളിച്ചുകളി തുടരുന്നു. അതിനിടെ നടിയെ പീഡിപ്പിച്ച കേസിൽ ഇടവേള ബാബുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സംഭവം കൂടിയുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. രണ്ടു പകലും രാത്രിയും തെരച്ചിൽ നടത്തിയിട്ടും നടൻ സിദ്ദിഖിനെ പോലീസിന് കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? സിദ്ദിഖിന് ഒളിവിൽ കഴിയാൻ പോലീസ് തന്നെ സാഹചര്യം സൃഷ്ടിക്കുകയാണോ? പ്രമാദമായ സിനിമാ മേഖലയിലെ ബലാത്സംഗ കേസിൽ കൊച്ചിയിലെ ചില ഹോട്ടലുകളിലും സിദ്ദിഖിൻ്റെ വീടുകളിലും ബന്ധുവീടുകളിലും ഉൾപ്പെടെ തെരച്ചിൽ നടത്തിയിട്ടും നടനെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ലൈംഗിക പീഡന പരാതിയിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ നടന് വേണ്ടിയുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. അതിനിടെ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാരും കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. ലൈംഗികാതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ചൊവ്വാഴ്ച രാവിലെ മുതൽ സിദ്ദിഖിനു വേണ്ടി തുടങ്ങിയ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പല സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണ സംഘം നടനായി തെരച്ചിൽ നടത്തുന്നത്. എന്നാൽ സിദ്ദിഖ് എവിടെയെന്നതിന്റെ സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല. നടൻ കേരളം വിടാനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയ നടനെ കാക്കനാട് പടമുകളിലെയും ആലുവ കുട്ടമശ്ശേരിയിലെയും വീടുകളിൽ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായിട്ടില്ല. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സിദ്ദിഖിനെ ആരെങ്കിലും സംരക്ഷിച്ചാൽ അവർക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ബലാത്സംഗ കേസെടുത്ത ഓഗസ്റ്റ് 28 തന്നെ സിദ്ദിഖിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു. 3 ആഴ്ച മുമ്പ് എല്ലാ വിമാനത്താവളങ്ങളിലേക്കും തെരച്ചിൽ നോട്ടീസ് നൽകി. വിവരങ്ങൾ ചോരുന്നുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഇതിനിടയിൽ രാവിലെ കുറച്ചു സമയം സിദ്ദിഖിന്റെ ഫോൺ ഓണായിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി എല്ലാ ഫോണുകളും സ്വിച്ച്ഡ് ഓഫ് ആണ്. ഇതിൽ ഒരു നമ്പറാണ് കുറച്ചു സമയത്തേക്ക് ഓൺ ആയത്. ഓൺ ആയതും ഫോൺ ബിസിയായി. പിന്നീട് ഫോൺ വീണ്ടും സ്വിച്ച്ഡ് ഓഫ് ആയി. അതിനിടെയാണ് ലൈംഗികാതിക്രമ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിനെ ചോദ്യം ചെയ്ത് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി നിലപാടറിയും വരെ ഒളിവിൽ തുടരാനാണ് സിദ്ദിഖ് ശ്രമിക്കുകയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ് സിദ്ദിഖിനു വേണ്ടി ഹാജരാകുക. പീഡനം നടന്ന് 8 വർഷങ്ങൾക്ക് ശേഷം രജിസ്റ്റർ ചെയ്ത കേസിൽ മുൻകൂർ ജാമ്യത്തിന് സിദ്ദിഖിന് അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി അഭിഭാഷകൻ സിദ്ദിഖിന് നൽകിയിരിക്കുന്ന നിയമോപദേശം. മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിയുടെ പകർപ്പ് സുപ്രീം കോടതി അഭിഭാഷകന് കൈമാറിയിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം മലയാളത്തിലെ പല ചലച്ചിത്ര താരങ്ങൾക്കും എതിരെ ആരോപണം ഉയർന്നുവെങ്കിലും സിദ്ദിഖിന് മാത്രമാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടത്. ഇക്കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ സിദ്ദിഖിന് അനുകൂലമായി ശക്തമായ വാദങ്ങളായി ഉയർത്താൻ കഴിയുമെന്നാണ് സിദ്ദിഖിനു വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകന്റെ വിലയിരുത്തൽ. കേസ് അടുത്ത ദിവസം തന്നെ ലിസ്റ്റ് ചെയ്യിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടക്കുന്നത്. അതിനിടെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാർ
സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തു. ഇതിനുള്ള നിർദ്ദേശം അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പിന്റെ ഓഫീസിൽ നിന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർക്ക് നൽകിയിരുന്നു. പിന്നാലെ വേഗത്തിലുള്ള നടപടികളാണ് ഉണ്ടായത്. ഹൈക്കോടതി വിധിയിലെ ചില പരാമർശങ്ങൾ നീക്കിക്കിട്ടാൻ വേണ്ടി സിദ്ദിഖ് ശ്രമിച്ചേക്കുമെന്ന സാധ്യത സർക്കാരിന്റെ മുന്നിലുണ്ട്. സിദ്ദിഖ് അത്തരമൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ അനുവദിക്കരുത് എന്ന് സർക്കാർ വാദിക്കും. 2016 സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയ്ക്ക് ക്ഷണിച്ചെന്നും പിന്നീട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ച മുറിയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുമാണ് പരാതി. യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി. ആലുവ സ്വദേശിനിയായ നടി നൽകിയ ലൈംഗിക പീഡന പരാതിയിൽ മുകേഷിന് പിന്നാലെ ഇടവേള ബാബുവിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. കൊച്ചിയിൽ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നടപടി. മുൻകൂർ ജാമ്യമുള്ളതിനാൽ ഇടവേള ബാബുവിനെ പിന്നീട് വിട്ടയച്ചു. കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. അതിനിടെ മുകേഷും ഇടവേള ബാബുവും അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിനിയായ നടി പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. രാവിലെ 10 മണിയോടെ കൊച്ചി തീരദേശ പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ച ചോദ്യം ചെയ്യൽ 3 മണിക്കൂറോളം നീണ്ടു. തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിനു ശേഷം ഇടവേള ബാബുവിനെ വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നേരത്തെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ പിന്നീട് ഇടവേള ബാബുവിനെ വിട്ടയച്ചു. അമ്മ സംഘടനയിൽ അംഗത്വം വാഗ്ദാനം ചെയ്ത് ഫ്ളാറ്റിൽ വിളിച്ചുവരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു ആലുവ സ്വദേശിയായ നടിയുടെ പരാതി. ഇതിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനാണ് കേസെടുത്തത്. തുടർന്ന് ഇടവേള ബാബുവിന്റെ ഫ്ളാറ്റിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. പരാതിക്കാരിയെ ഫ്ളാറ്റിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തി. ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്ന് ജൂനിയർ ആർട്ടിസ്റ്റായ യുവതിയുടെ പരാതിയും ബാബുവിനെതിരെയുണ്ട്. ഈ പരാതിയിൽ കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് 28-നാണ് ഇടവേള ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. IPC 375, 354 എന്നീ വകുപ്പുകൾ അനുസരിച്ച് സ്ത്രീത്വത്തെ അപമാനിക്കൽ, പീഡനം എന്നിവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. നടനും MLAയുമായ മുകേഷിനെയും കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. അതേസമയം മുകേഷും ഇടവേള ബാബുവും അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയ ആലുവ സ്വദേശിനിയായ നടി പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. അറസ്റ്റ് തടയണമെന്നും മുൻകൂർ ജാമ്യം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. അവസരം വാഗ്ദാനം ചെയ്ത് ചെന്നൈയിലെത്തിച്ച് ലൈംഗിക അതിക്രമത്തിനിരയാക്കി എന്നതായിരുന്നു നടിയുടെ ബന്ധുവായ ന്യൂസ് 18 കൊച്ചി. ബൈബിളിലെ ഗിരിപ്രഭാഷണത്തിൽ പ്രലോഭനത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു വാക്യമുണ്ട്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ പറിച്ചെടുക്കുക. കാരണം തെറ്റായ കാഴ്ചയിലാണ് പാപം ജനിക്കുന്നത്. ഇക്കാലത്ത് പുരോഹിതർക്ക് പോലും ഇടർച്ച സംഭവിക്കുന്നു. കൊച്ചുകുട്ടികളെ കാമക്കണ്ണുകളോടെ നോക്കുന്നവർക്ക് എത്ര കഠിനമായിട്ടുള്ള ശിക്ഷയായിരിക്കും ലഭിക്കുക. തൃശൂർ മാളയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഒരു വൈദികൻ പീഡിപ്പിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഫാദർ വടാശ്ശേരിക്കെതിരെ പോക്സോ കേസെടുത്ത സംഭവത്തിൽ പോലീസ് ഒളിച്ചു കളിയെന്ന് പരാതി. കേസെടുത്ത് 3 ആഴ്ച കഴിഞ്ഞിട്ടും വൈദികനെ അറസ്റ്റ് ചെയ്തിട്ടില്ല.
തൃശൂർ മാള പ്ലാവിൻമുറി പള്ളിയിലെ മുൻ വികാരിയായിരുന്ന റീസ് വടാശ്ശേരിക്കെതിരെയാണ് മാള പോലീസ് ഈ മാസം ആദ്യം പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തത്. പരാതി നൽകിയ വിവരം കുടുംബത്തിനും പോലീസിനും മാത്രമാണ് അറിവുണ്ടായിരുന്നത്. FIR ഇട്ട് 3 ദിവസത്തിനു ശേഷമാണ് പ്രതിയെ തെരഞ്ഞ് പോലീസ് എത്തിയത്. ഇതിനിടെ വൈദികൻ ഒളിവിൽ പോവുകയും ചെയ്തു. ഇതിനു പിന്നിൽ പോലീസിന്റെ ഒത്തുകളിയാണെന്ന് കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു. കേസെടുത്ത് 3 ആഴ്ച കഴിഞ്ഞിട്ടും വൈദികനെ അറസ്റ്റ് ചെയ്യാത്തതോടെയാണ് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. 1 വർഷം മുൻപ് ഇവിടെ വികാരിയായിരുന്ന റീസ് വടാശ്ശേരി പെൺകുട്ടിയോട് അതിക്രമം കാട്ടിയെന്നാണ് കേസ്. തുടർന്ന് അതിക്രമം പുറത്തു പറയാതിരിക്കാൻ ഇയാൾ പെൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ കുട്ടി സുഹൃത്തുക്കളോട് വിവരം പറയുകയും അവർ രക്ഷിതാക്കളെ അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ വിശ്വാസികളെന്ന് പറയുന്ന മനുഷ്യർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പകരം ആശ്രയിക്കുന്നത് പുരോഹിതരെയും ജ്യോത്സ്യന്മാരെയും ഒക്കെയാണ്. എന്നാൽ ഇതിൻ്റെ മറവിൽ നടക്കുന്ന ചൂഷണങ്ങളെക്കുറിച്ച് കൂടി അറിയണം. എറണാകുളം സ്വദേശിനിയായ വീട്ടമ്മ കുടുംബ പ്രശ്നത്തെ തുടർന്ന് സമീപിച്ചത് ഒരു ജ്യോത്സ്യനെയാണ്. പ്രശ്നം പരിഹരിക്കാനെത്തിയ ജ്യോത്സ്യൻ വീട്ടമ്മയെ ലൈംഗികമായി ചൂഷണം ചെയ്തു. തൃശൂർ സ്വദേശി പ്രഭാതാണ് ചാത്തൻ സഭയുടെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ചത്. പ്രതിയെ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തു. മാധ്യമങ്ങളിൽ വന്ന പരസ്യം കണ്ടാണ് വീട്ടമ്മ ജ്യോത്സ്യനെ പരിചയപ്പെടുന്നത്. തുടർന്ന് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പൂജ നടത്താൻ കൊച്ചി വെണ്ണലയിലുള്ള സ്ഥലത്തേക്ക് ഇയാൾ വീട്ടമ്മയെ ക്ഷണിച്ചു. കഴിഞ്ഞ ജൂണിൽ നടന്ന പൂജയ്ക്കിടെ ജ്യോത്സ്യൻ ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതി. ഇതിനുശേഷം തൃശൂരിൽ വച്ചും പീഡിപ്പിച്ചു. ആദ്യ പൂജയ്ക്ക് ഫലം കാണാത്തതിനാൽ ഒരിക്കൽ കൂടി പൂജ നടത്തണമെന്നാവശ്യപ്പെട്ട് വീട്ടമ്മയെ വിളിച്ചു വരുത്തുകയായിരുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണി മുഴക്കി. ഇതോടെ വീട്ടമ്മ പാലാരിവട്ടം പോലീസിനെ സമീപിച്ച് പരാതി നൽകുകയായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാൾ സമാനമായ രീതിയിൽ കൂടുതൽ പേരെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. വിശ്വാസത്തിൻ്റെ മറവിൽ മലയാളികളെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. അനിഷ്ടങ്ങൾ ഒഴിവാകാൻ മന്ത്രവാദികൾക്ക് പിന്നാലെ പോകുന്നവർ ചതിക്കപ്പെടുന്നതാണ് പതിവ്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ മന്ത്രവാദത്തിൻ്റെ പേരിൽ യുവതിയടങ്ങിയ 3 സംഘം തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ്. ആറ്റിങ്ങൽ സ്വദേശികളായ 5 പേരിൽ നിന്നായി 2 ലക്ഷം രൂപയും 10 പവൻ സ്വർണവും തട്ടിയെടുത്തെന്നാണ് പരാതി. നെടുമങ്ങാട് സ്വദേശി രമ്യ, മടത്തറ സ്വദേശികളായ അൻസീർ, ഉണ്ണി എന്നിവർക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കിളിമാനൂർ, മടവൂർ, കുടവൂർ, കോളിച്ചിറ, കൊച്ചാലുമൂട് വീട്ടിൽ ശാന്ത, നാണി, ലീല, ഊന്നിൻമൂട്, കിഴക്കമ്പുറം, ലക്ഷം വീട്ടിൽ ഓമന, ആറ്റിങ്ങൽ സതീഷ് ഭവനിൽ ബാബു എന്നിവരാണ് തട്ടിപ്പിനിരയായതായി പള്ളിക്കൽ പോലീസിൽ പരാതി നൽകിയത്. സമീപവാസികൾ പറഞ്ഞായിരുന്നു രമ്യയെ പരിചയമെന്ന് ശാന്തയുടെ പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ മെയ് മാസം ശാന്തയുടെ വീട്ടിൽ കുറച്ചു ദിവസം താമസിക്കാൻ സൗകര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ടാണ് രമ്യയുടെ തട്ടിപ്പിന്റെ തുടക്കം. ദേവിയുടെ അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞ രമ്യ ഇടയ്ക്കിടെ ഉറഞ്ഞു തുള്ളുമായിരുന്നു എന്ന് പരാതിക്കാർ പറയുന്നു. താൻ മന്ത്രവാദിനിയാണെന്നും പരിസരത്തെ വീടുകളിൽ ദുർമരണങ്ങൾ നടക്കുമെന്നും രമ്യ വീട്ടുകാരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അതൊഴിവാക്കാൻ മന്ത്രവാദം നടത്താമെന്നും എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തണമെന്നും വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. നിത്യചെലവിന് പോലും വകയില്ലാത്ത കോളനിവാസികളിൽ പലരും
വളർത്തുമൃഗങ്ങളെ വിറ്റും മറ്റുമാണ് പണം സ്വരൂപിച്ചത്. ഇതിനിടയിൽ സ്വന്തം ആവശ്യത്തിന് ഒരാഴ്ചത്തേക്ക് പണയം വയ്ക്കാനെന്ന വ്യാജേന ഓമനയുടെ 3.5 പവൻ മാലയും മറ്റുള്ളവരിൽ നിന്ന് മോതിരവും കമ്മലുകളും കൈക്കലാക്കി. പോത്തങ്കോട് അടുത്തുള്ള ശ്രീകാര്യം പൗടിക്കോണത്തുള്ള ഒരു രമ്യയാണ് മന്ത്രവാദിനിയായിട്ട് അവിടെ വന്നത്. ഈ പാവപ്പെട്ട ആളുകളെ സ്വാധീനിച്ച് ഞാൻ മന്ത്രവാദിയാണെന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ധരിപ്പിച്ച് ദുർമരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ചു. ഇവർക്ക് സാമ്പത്തികമില്ലാത്തതുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന പശുവിനെയും പോത്തിനെയും അതുപോലെ ആടിനെയൊക്കെ വിറ്റ് 1,83,000 ഏകദേശം 2 ലക്ഷം രൂപയോളം അവർ സ്വരൂപിച്ചു. ഈ ക്യാഷുമായിട്ടാണ് ഈ മന്ത്രവാദി ഇവരെയും കൊണ്ട് സ്ഥലം വിടുന്നത്. പൂജയ്ക്കെന്ന വ്യാജേന 5 പേരെയും രമ്യ തമിഴ്നാട്ടിലെ ആറ്റിൻകര പള്ളിയിലെത്തിച്ചു. സമീപത്തെ ലോഡ്ജിൽ മുറിയെടുത്ത് ഇവരെ താമസിപ്പിച്ച ശേഷം രമ്യയും സംഘവും അവിടെ നിന്ന് മുങ്ങി. പൂജ നടക്കാതെ വന്നതോടെ 5 അംഗ സംഘം നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയ ശേഷം രമ്യയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ പരിധിക്ക് പുറത്തായിരുന്നു. തുടർന്നാണ് ഇവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ഓമനയുടെ മാല കിളിമാനൂരിന് സമീപത്തെ ജ്വല്ലറിയിൽ വിറ്റതായി കണ്ടെത്തി. പള്ളിക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതോടെ രമ്യയും കൂട്ടാളികളും ഒളിവിലാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. പോലീസ് പെട്രോളിനെ പരിശോധിക്കുന്നത് റൈസ് പുള്ളർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യുവാവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസാണ്. തൃശൂർ പാലിയക്കരയിലെ രഹസ്യ കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തിയാണ് കോയമ്പത്തൂർ സ്വദേശി അരുൺ എന്ന ചാൾസ് ബെഞ്ചമിനെ കൊലപ്പെടുത്തിയത്. കേസിൽ കൊലയാളി സംഘത്തിൽപ്പെട്ട 5 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ തട്ടിയതിലുള്ള വൈരാഗ്യത്തിലായിരുന്നു അരുൺ കൊല. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള 3 പേരടക്കം 5 പേരെയാണ് തൃശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നുമായി കസ്റ്റഡിയിലെടുത്തത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്ന് കേസിൽ 11 പ്രതികൾ ഉണ്ടെന്ന് വ്യക്തമായി. മുഖ്യപ്രതികളിൽ ഒരാളായ കണ്ണൂർ സ്വദേശി സാദിഖ് ഒളിവിലാണ്. മറ്റു പ്രതികൾക്കായി കണ്ണൂർ കേന്ദ്രീകരിച്ചതടക്കം കയ്പമംഗലം പോലീസ് അന്വേഷണം തുടരുകയാണ്. ഒരു കണ്ണൂർ സ്വദേശിയും തൃശൂർ ജില്ലക്കാരായ 4 പേരുമാണ് പിടിയിലായിരിക്കുന്നത്. കോയമ്പത്തൂർ സ്വദേശിയായ 40-കാരൻ ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെയാണ് മർദ്ദിച്ചു കൊന്ന ശേഷം കഴിഞ്ഞ ദിവസം മൃതദേഹം ആംബുലൻസിൽ കയറ്റിവിട്ടത്. ഇറീഡിയത്തിന്റെ റൈസ് പുള്ളർ നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ തട്ടിച്ചതിൽ ഉള്ള വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകം. റൈസ് പുള്ളർ നൽകാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചാൾസ് കണ്ണൂർ അഴീക്കലിലെ ഐസ് ഫാക്ടറി ഉടമ മുഹമ്മദ് സാദിഖിൽ നിന്ന് 10 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. സാദിഖും ചാൾസും തമ്മിൽ 6 മാസം മുൻപാണ് പണമിടപാട് നടത്തിയത്. നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ സാദിഖും കൂട്ടാളികളായ സലീം, ഫായിസ് എന്നിവരും മറ്റൊരാളും ചേർന്ന് പദ്ധതിയിട്ടു. തുടർന്ന് ചാൾസിനെയും അയാളുടെ സുഹൃത്തായ ആലപ്പുഴ സ്വദേശി ശശാങ്കിനെയും തൃശൂർ പാലിയക്കരയിലെ രഹസ്യകേന്ദ്രത്തിലേക്ക് വിളിച്ചുവരുത്തി. പടിഞ്ഞാറെ വേമ്പല്ലൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുഹൃത്ത് ധനേഷിന്റെ വീട്ടിലേക്ക് സാദിഖും സംഘവും ചാൾസിനെയും ശശാങ്കിനെയും എത്തിച്ചു. ഇവിടെ നടത്തിയ ക്രൂരമർദ്ദനത്തിലാണ് ചാൾസ് കൊല്ലപ്പെട്ടത്. പരിക്കുകളോടെ ഓടി രക്ഷപ്പെട്ട് മതിലകം പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയ ശശാങ്കനും പോലീസ് കസ്റ്റഡിയിലുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിവരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി പണം തട്ടുന്ന സംഭവങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. നമ്മളിൽ പലരുടെയും പേരിൽ ഇതുപോലെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാകാം. ഇങ്ങനെ എറണാകുളം ജില്ലാ കളക്ടറുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി പണം തട്ടാൻ ശ്രമം നടത്തും. NSK ഉമേഷ് IAS എന്ന പേരുപയോഗിച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ച്
ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചാണ് പണം ആവശ്യപ്പെട്ടത്. വ്യാജ കളക്ടർ രാഷ്ട്രീയക്കാരോടും ജനപ്രതിനിധികളോടും കളക്ടറേറ്റിലെ ജീവനക്കാരോടും പണം കടം ചോദിക്കാൻ തുടങ്ങി. സംശയം തോന്നിയ ജീവനക്കാർ ഇക്കാര്യം കളക്ടറെ അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ ഇൻഫോ പാർക്ക് സൈബർ സെൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജില്ലാ കളക്ടറുടെ NSK ഉമേഷ് IAS എന്ന പേരുപയോഗിച്ച് വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ച് പണം തട്ടാനാണ് ശ്രമം നടന്നത്. ഇതിൽ നിന്ന് ജീവനക്കാർ ഉൾപ്പെടെ ഒട്ടേറെ പേർക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ചിലരുമായി കളക്ടർ മെസ്സഞ്ചറിൽ ചാറ്റിംഗ് തുടങ്ങി. ഇതിൽ ചിലരോട് സുഖവിവരങ്ങൾ തിരക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചിരിക്കുന്നത്. തുക ചോദിക്കുന്നതിന് മുൻപുള്ള സ്ഥിരം തട്ടിപ്പുകാരുടെ രീതിയിൽ സുഖവിവരങ്ങൾ ചോദിച്ചു. ഇത്തരത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ച ശേഷം നേരെ വലിയൊരു തുക കടമായി ആവശ്യപ്പെടാറാണ് പതിവ്. എന്നാൽ കളക്ടർ തനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചത് ചില കളക്ടറേറ്റ് ജീവനക്കാരെ ധരിപ്പിച്ചതോടെയാണ് സംഭവം വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞത്. ഉടൻ തന്നെ ജീവനക്കാർ സംഭവം കളക്ടറെ അറിയിക്കുകയായിരുന്നു. പിന്നാലെ ഇൻഫോ പാർക്ക് സൈബർ സെല്ലിന് കളക്ടർ പരാതി നൽകിയതോടെ പോലീസ് അന്വേഷണം തുടങ്ങി. ഇതുവരെയും ആരുടെയും പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ഇതു സംബന്ധിച്ച മറ്റു പരാതികൾ ലഭിച്ചിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. ഉത്തരേന്ത്യൻ സംഘമാണ് ഇതുപോലെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി പണം തട്ടുന്നതിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട കളക്ടറുടെയും SP-യുടെയും പേരിൽ വ്യാജ വാട്സ്ആപ്പ് അക്കൗണ്ടിലൂടെ പണം തട്ടാൻ ശ്രമം നടന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ATM തകർത്ത് പണം കവരാൻ ശ്രമിച്ച ഒരു സംഭവത്തെക്കുറിച്ച് കേട്ടു. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ജംഗ്ഷനിലാണ് കാനറ ബാങ്കിന്റെ ATM തകർത്ത് കവർച്ചാ ശ്രമമുണ്ടായത്. ATM-ലെ സുരക്ഷാ അലാറം മുഴങ്ങിയതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിലായി. വട്ടിയൂർക്കാവിലെ ഹോട്ടലിൽ തൊഴിലാളിയായ ബീഹാർ സ്വദേശി മുഹമ്മദ് തൻവീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു മോഷണ ശ്രമം. കൗണ്ടറിൽ പ്രവേശിച്ച പ്രതി ATM യന്ത്രത്തിന്റെ മുൻവശത്ത് താഴ്ഭാഗത്തുള്ള പാനൽ ഡോറിന്റെ പൂട്ടുപൊളിച്ച് ബാറ്ററി പാനൽ ഇളക്കി മാറ്റാൻ ശ്രമിച്ചു. ഈ സമയം സുരക്ഷാ അലാറം മുഴങ്ങിയതോടെ ശ്രമം ഉപേക്ഷിച്ച് ഇയാൾ പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ബീഹാർ സ്വദേശി മുഹമ്മദ് തൻവീറിനെ അറസ്റ്റ് ചെയ്തത്. വട്ടിയൂർക്കാവിലെ ഹോട്ടലിൽ തൊഴിലാളിയായിരുന്നു തൻവീർ. വട്ടിയൂർക്കാവ് SHO അജീഷ്, SI-മാരായ ബൈജു, അരുൺകുമാർ, വിജയകുമാർ, സുരേഷ് കുമാർ, മനോഹരൻ, CPO രാജേഷ്, ഷാഡോ ടീം അംഗമായ രാജീവ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരുവനന്തപുരം. ചില സ്ഥലങ്ങളിൽ അപരിചിതരായ ചിലർ ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടാകാം. അവർക്ക് കവർച്ച ഉൾപ്പെടെ പല ദുരുദ്ദേശങ്ങളുമുണ്ട്. ഇടുക്കി വണ്ടിപ്പെരിയാറിലും പരിസര പ്രദേശങ്ങളിലും ഇങ്ങനെ കറങ്ങി നടന്ന അപരിചിതൻ എസ്റ്റേറ്റ് കോട്ടേഴ്സ് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിലുണ്ട്. എസ്റ്റേറ്റ് സൂപ്പർവൈസർ രാജേഷിന്റെ കോട്ടേഴ്സിലാണ് മോഷണം നടന്നത്. സംഭവത്തിൽ രാജേഷിന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന 2.5 പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു. ചൊവ്വാഴ്ച രാവിലെയാണ് അയ്യപ്പൻകോവിൽ ഡിവിഷനിലെ എസ്റ്റേറ്റ് സൂപ്പർവൈസർ രാജേഷിന്റെ ക്വാർട്ടേഴ്സ് കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നത്. ജോലിസ്ഥലത്തേക്ക് പോയ രാജേഷ് വൈകിട്ട് വന്നപ്പോൾ
ക്വാർട്ടേഴ്സിൽ കവർച്ച നടന്നതായി കണ്ടെത്തുകയായിരുന്നു. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2.5 പവൻ സ്വർണവും 3000 രൂപയും നഷ്ടമായിട്ടുണ്ട്. തുടർന്ന് എസ്റ്റേറ്റ് അധികൃതരെയും പോലീസിനെയും വിവരമറിയിച്ചു. സമീപത്ത് ചുറ്റിത്തിരിഞ്ഞു നടന്ന ഒരാളെ നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പ്രാഥമികമായി ചോദ്യം ചെയ്തതിൽ ഇയാൾ മറ്റു ചില മോഷണ കേസുകൾ കൂടി പ്രതിയാണെന്ന് കണ്ടെത്തി. അതേസമയം വിരലടയാള വിദഗ്ധർ ഉൾപ്പെടെ എത്തി വിശദമായ പരിശോധന നടത്തിയ ശേഷം മാത്രമേ മോഷ്ടാവ് ഇയാളാണോ എന്ന് സ്ഥിരീകരിക്കുകയുള്ളൂ. ന്യൂസ് 18 ഇടുക്കി. പോലീസ് പെട്രോളിന് പോകുന്നത് പത്തനംതിട്ട റാന്നിയിലേക്കാണ്. റാന്നിയിൽ ജ്വല്ലറികളിൽ സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തി സ്വർണ്ണവള മോഷ്ടിച്ച യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി കൽക്കുന്തൽ സ്വദേശി ബിൻസിയാണ് അറസ്റ്റിലായത്. പത്തനംതിട്ട റാന്നി ഇട്ടിയപ്പാറ ജോസ്കോസ് ജ്വല്ലറിയിൽ നിന്നാണ് ഇവർ വള മോഷ്ടിച്ചത്. ₹8,000 വില വരുന്ന 1 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണവളയാണ് ബിൻസി മോഷ്ടിച്ചത്. ഉച്ചയ്ക്ക് കടയിലെത്തിയവർ വള മോഷ്ടിച്ച ശേഷം സ്ഥലം വിട്ടു. തുടർന്ന് കടയുടമ ജോസഫ് ഫ്രാൻസിസ് റാന്നി പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് ബിൻസി പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ യുവതി കുറ്റം സമ്മതിക്കുകയും പോലീസ് നടത്തിയ പരിശോധനയിൽ ബിൻസിയുടെ ബാഗിൽ നിന്നും വള കണ്ടെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ പൂരം കലങ്ങിയതിലെ ADGPയുടെ റിപ്പോർട്ടിൽ തുടരന്വേഷണം. RSS ADGP കൂടിക്കാഴ്ചയിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്വേഷണത്തിനും സർക്കാർ ഉത്തരവിട്ടു. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിലെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിനെതിരായ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. അതിജീവിത നൽകിയ ഹർജിയാണ് വിധി പറയാൻ മാറ്റിയത്. വ്യാജ ലഹരിക്കടത്ത് കേസ് ആരോപണത്തിൽ മുൻ SP സുജിത് ദാസിന് ആശ്വാസം. പോലീസ് ഉദ്യോഗസ്ഥനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ലഹരിക്കേസ് പ്രതിയുടെ ഭാര്യ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. മലപ്പുറം തവനൂരിൽ സർക്കാർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കാണാതായെന്ന് പരാതി. പ്രിൻസിപ്പലിന്റെ പരാതിയിൽ കുറ്റിപ്പുറം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറലിന്റെ കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതിയെ ചെർപ്പുളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മയ്യത്തുങ്കര സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് അറസ്റ്റിലായത്. CPM നേതാവ് MM ലോറൻസിന്റെ മൃതദേഹത്തെ ചൊല്ലിയുള്ള തർക്കം അങ്ങേയറ്റം വേദനാജനകമാണ്. മൃതദേഹത്തിന് വേണ്ടിയുള്ള പിടിവലി കോടതിയിലും പോലീസ് പരാതിയിലുമൊക്കെ എത്തി. പൊതുദർശന ചടങ്ങിൽ തനിക്കും മകനും മർദ്ദനമേറ്റുന്ന പരാതിയുമായി മകൾ ആശ ലോറൻസ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അതിനിടെ ആശ ലോറൻസിന്റെ അഭിഭാഷകൻ കൃഷ്ണരാജനെതിരെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മൃതദേഹം വിട്ടുനൽകുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. MM ലോറൻസിനെ പോലൊരു നേതാവിനെ അഭിവാദ്യമർപ്പിച്ച് അന്ത്യയാത്ര നൽകേണ്ടതിന് പകരം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ പൊതുമധ്യത്തിൽ അവഹേളിക്കേണ്ടിയിരുന്നോ എന്ന് മക്കൾ തന്നെ ഒന്ന് ആലോചിക്കും. ഇതോടെ ഇന്നത്തെ പോലീസ് റോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.